നമസ്കാരം. ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ സെക്കൻഡ് എഡീഷനിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും FFSI കേരള ഘടകവും മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ 3-ാം ദിനമായ ഇന്ന് ആദ്യമായി നടക്കുന്നത് ഒരു സെമിനാറാണ്. സെമിനാറിന് അധ്യക്ഷത വഹിക്കുന്നത് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ ശ്രീ കൃഷ്ണൻ സാറാണ്. നല്ലൊരു മനുഷ്യസ്നേഹി, നല്ലൊരു എഴുത്തുകാരൻ, എല്ലാ ഫിലിം ഫെസ്റ്റിവലുകളിലും സ്ഥിര സാന്നിധ്യം, നല്ലൊരു സിനിമാ ക്രിട്ടിക് എന്നു മാത്രമല്ല, ഒരിക്കലും കൂട്ടിയാലും കുറച്ചാലും കണക്കുകൾ ഒരിക്കലും ശരിയാവാത്ത ഞങ്ങൾ മെമ്പേഴ്സിൻ്റെ കണക്കുകളെല്ലാം കൃത്യമായി ടാലിയാക്കി തരുന്ന ഞങ്ങളുടെ എല്ലാം മെൻറ്ററായ ശ്രീ കൃഷ്ണൻ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സർ പ്ലീസ്. താങ്ക് യു. സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ രാജേഷ് ജെയിംസ്. അദ്ദേഹം തേവര SH കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ PhD തന്നെ ഫിലിം സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരുപാട് ദേശീയവും അന്തർദേശീയവുമായ ജേർണലുകളിൽ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററികളിൽ ഇൻ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ, അത് 2018, ദെൻ നേക്കഡ് വീൽസ് 2017, സീബ്ര ലൈൻസ് 2014, ഇതെല്ലാം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രങ്ങളാണ്. സർ, വെൽക്കം ടു സെക്കൻഡ് എഡീഷൻ ഓഫ് ഇടപ്പള്ളി ചലച്ചിത്രോത്സവം. താങ്ക് യു. ഇനി സ്വാഗതം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ശ്രീ രാജേഷ് ജെയിംസ് പറയുന്നത് സൊസൈറ്റി മെമ്പർ കൂടിയാണെന്നുള്ളത് എടുത്തു പറയണമെന്ന്. എനിക്കും അതിൽ വലിയ പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. ഞാൻ മറന്നുപോയി, ഐ എം സോ സോറി. അപ്പോൾ എന്താണെങ്കിലും ഈ മെമ്പറും ഇത്രയും ഖ്യാതിയുള്ള ഒരു പ്രൊഫസറും ഫിലിം മേക്കറും, സ്വാഗതം. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ശ്രീ രാംദാസ് കടവല്ലൂർ. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമേ ഇല്ല. മണ്ണ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു സംവിധായകനാണ്. ഡോക്യുമെൻ്ററിയുടെ എല്ലാ പോസിബിലിറ്റികളും ആ മണ്ണ് എന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സിസ്റ്റത്തിനെതിരായിട്ട്, ചൂഷണത്തിനെതിരായി പെൺശക്തികൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ ആ ശക്തിയെ തകർക്കാൻ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്നും വളരെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നടക്കുകയും അത് തകർന്നു പോയെങ്കിലും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് അന്വേഷിക്കുകയും അതിനൊപ്പം തന്നെ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ, ഉയരം കൂടുന്തോറും കടുപ്പം കൂടുന്ന ചായ എന്നുള്ളത്. പക്ഷേ തേയില തോട്ടത്തിലെ തൊഴിലാളികളുടെ കടുപ്പമാർന്ന ജീവിതം വളരെ പച്ചയായി ആവിഷ്കരിച്ച ശ്രീ രാംദാസ് കടവല്ലൂരിനും സ്വാഗതം. അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഇന്ന് രാവിലെ പ്രദർശിപ്പിച്ച ഡോക്യുമെൻ്ററി. തികച്ചും ഡോക്യുമെൻ്ററിയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പരീക്ഷണാത്മക ചിത്രം എന്ന് പറയാവുന്ന ഒരു ചിത്രമായിരുന്നു അത്. അടുത്തത് ഇന്നത്തെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലഞ്ച് ബോക്സ് എന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനാണ്. സിനിമയോടുള്ള ഇൻട്രസ്റ്റ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് അദ്ദേഹം വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത് തന്നെ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ 2 ഫീച്ചർ ഫിലിമുകളുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് നെറ്റ്ഫ്ലിക്സിൻ്റെ വീഡിയോ ക്വാളിറ്റി കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ. അതിനൊപ്പം തന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൻ്റെ പാഷൻ കണ്ടിന്യൂ ചെയ്യുന്ന കാവിൻ്റെ ലഞ്ച് ബോക്സ് ആണ് ഇന്ന് ഈ സെമിനാർ കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. കാവിനും സ്വാഗതം. കാവിൻ, ഹാർട്ടി വെൽക്കം on behalf of Metro Film Society and ഇടപ്പള്ളി ചലച്ചിത്രോത്സവം. ഇടപ്പള്ളി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി ശ്രീ രവികുമാറും ഈ വേദിയിൽ ഇരിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു മീറ്റിംഗ് ഇവിടെ ഉണ്ട്. സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒരു മീറ്റിംഗ് ആണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം എത്തുന്നതായിരിക്കും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് തന്നെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇനി വേദിയിലേക്ക് വിളിക്കുന്നത് ഞങ്ങളുടെ തന്നെ മെമ്പറാണ് ശ്രീ NB സോമൻ, പുരോഗമന കലാസാഹിത്യ സംഘം തൃക്കാക്കര മേഖലാ സെക്രട്ടറിയും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ വളരെ ആക്റ്റീവ് മെമ്പറുമായ സോമൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. സോ ആദ്യമായി ഈ സ്വാഗത പ്രസംഗത്തിനായി ശ്രീ NB സോമനെ ക്ഷണിക്കുന്നു. പ്രിയ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും
ഉപേക്ഷിതരായിരിക്കുന്ന മെട്രോ ഫിലിം സൊസൈറ്റിയുടെ മെമ്പേഴ്സ്, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലെ മെമ്പേഴ്സ്, ഇവിടെ എത്തിയിട്ടുള്ള അതിഥികൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തകർ, പ്രിയ സുഹൃത്തുക്കൾ, ഈ കമൽ ഫെസ്റ്റ് 27-ാം തീയതി തുടങ്ങി 31-ാം തീയതി ഔപചാരികമായി കമലിന്റെ ആദരവോടെ വിപുലമായ പരിപാടികളോടെ സമാപിക്കുകയാണ്. അപ്പം ഇന്നലെ സമകാലിക സിനിമയും പ്രതിഷേധ രാഷ്ട്രീയവും എന്നൊരു സബ്ജക്റ്റിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ കുറെ കൂടി ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്നത്തെ സെമിനാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഡോക്യുമെൻ്ററി സിനിമ, കലയും പ്രതിരോധവും എന്നതാണ്. ഒരു പ്രത്യേകത, ഇന്നലത്തെ സെഷനിൽ ഞങ്ങളുടെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് നിരവധി വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രവർത്തകർ തന്നെയാണ് ഇന്നലത്തെ വിഷയത്തിൽ ഇടപെട്ടിരുന്നത് എങ്കിൽ ഇന്ന് കുറെ കൂടി ഈ ഗൗരവമേറിയ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഡോക്യുമെൻ്ററി സെഷനിൽ തന്നെയുള്ള, വേണമെങ്കിൽ അധികായന്മാർ എന്ന് പറയാൻ പറ്റുന്ന പ്രഗത്ഭരാണ്. ഞാൻ 1-2 കാര്യങ്ങൾ ചുരുക്കി സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നത്. അത് ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ ഇന്നലെ പെരുമഴക്കാലം സിനിമ അവതരിപ്പിച്ചു. അതിനു മുമ്പ് കറുത്ത പക്ഷികൾ അവതരിപ്പിച്ചു. അതിൽ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അത് ഇന്നലെയാണെങ്കിലും വേറൊരു രീതിയിൽ പ്രതിരോധാത്മകമായ ചില ഇടപെടലുകൾ ഇന്നലത്തെ ചലച്ചിത്രത്തിലും പ്രേക്ഷകർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷെ കുറെ കൂടി ഗഹനമായ ഗൗരവമായ ഒരു ഇടപെടലാണ് ഈ ഡോക്യുമെൻ്ററിയെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതും നമുക്ക് നമ്മുടെ ബോധ്യത്തിലേക്ക് എത്തുന്നത്. ഇത് ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 100 കോടി രൂപ മുടക്കി ഒരു സിനിമ ചെയ്യാൻ ഒരുപക്ഷെ ആ സിനിമ മാസങ്ങളോളം ഓടുമായിരിക്കാം. ഏതാണ്ട് മുടക്കുന്ന 100 കോടിയുടെ എത്രയോ മടങ്ങ് അതിൽ നിന്ന് റിട്ടേണും ലഭിക്കുമായിരിക്കാം. പക്ഷെ എന്നാൽ മിക്കവാറും ആ സിനിമ ആ ഒരു ഹ്രസ്വമായ പീരീഡിൽ മാധ്യമ ശ്രദ്ധ ആകർഷിക്കും, അതോടെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. പക്ഷെ ഡോക്യുമെൻ്ററിയുടെ പ്രത്യേകത, ഇത്ര കോടി മുടക്കി ചെയ്യുന്ന സിനിമയുടെ ഏതാണ്ട് 10-1 പോലും ചെലവില്ലാതെ ഒരു മൊബൈലും ചങ്കൂറ്റമുള്ള ഒരു മനസ്സിനുടമയുമാണെങ്കിൽ സധൈര്യം ഒരു ഡോക്യുമെൻ്ററിക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിയും. അധികാരവർഗത്തെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് അത്തരത്തിലൊരു മനസ്സ് മാത്രം മതിയാകും. അപ്പം അത്തരം രൂപീകരിക്കപ്പെടുന്ന ഡോക്യുമെൻ്ററികൾ ഏതാണ്ട് എത്രയോ വർഷങ്ങൾ, 10-30 വർഷം നിരന്തരമായി ചർച്ച ചെയ്യാൻ അവസരം ലഭിക്കും എന്നതാണ്. അപ്പം അത്തരത്തിൽ ഡോക്യുമെൻ്ററികളുടെ പിന്നാലെ നമ്മുടെ മനസ്സ് ശരീരവും സഞ്ചരിച്ച് കണ്ടെത്തുന്ന വിഷയങ്ങളാണ് ഡോക്യുമെൻ്ററിയിലൂടെ അനാവരണം ചെയ്യുന്നത്. അപ്പം അതിന് ആ നിലയ്ക്ക് ഡോക്യുമെൻ്ററി മേഖലയിൽ ഇത്രയും കാലം നിരവധി ഡോക്യുമെൻ്ററി ഫെസ്റ്റ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള അന്വേഷണ കുതികളായ പ്രഗത്ഭരാണ് നമ്മുടെ ഇന്നത്തെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒറ്റൊരു കാര്യത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. അത് ഇപ്പോൾ രാം കെ നാം എന്ന് പറയുന്ന അതൊരു ഡോക്യുമെൻ്ററി ചായവുള്ള ഒരു ഫിലിമാണ്, ആനന്ദ് പ്രവർത്തൻ്റെ. അപ്പം അതിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് 1992 നമുക്കറിയാം, ഈ ഹിന്ദുത്വയുടെ ഒരു ആക്രമണം ശക്തമായ ബാബറി മസ്ജിദിൻ്റെ ആ ഒരു പ്രമേയം എടുത്ത് ആ സന്ദർഭത്തിലാണ് ഡോക്യുമെൻ്ററി, അത് പ്രവർത്തൻ്റെ ആ ഡോക്യുമെൻ്ററി വരുന്നത്, ആ ഒരു ഫിലിം എന്നുള്ള നിലയ്ക്ക്. അപ്പം അത് ഗൗരവം വരുന്നത്, അപ്പം അതിൽ ഈ ഭരണകൂട ഭീകരതയെ ഇത്രമാത്രം അലട്ടിയ ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ള ഒരു ചിത്രം അതിനു മുമ്പ് വന്നിട്ടില്ല. അത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇപ്പം എൻ്റെ ഫൂട്ടേജ് എടുക്കുക,
പത്രക്കുറിപ്പുകൾ എടുക്കുക, രഹസ്യാത്മക സ്വഭാവത്തോടെ ആ പ്രദേശത്ത് പോയി അതിൻ്റെ വിഷ്വൽസും ഒക്കെ പകർത്തുക. അതിന് എത്രയോ വർഷങ്ങളുടെ നിരന്തരമായ ഒരു അന്വേഷണാത്മകതയുണ്ട്. അപ്പം അങ്ങനെയാണ് ആ ഡോക്യുമെൻ്ററിയിലേക്ക് അത് എത്തുന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ ഭക്തിഗാനങ്ങളെയും അതുപോലെ തന്നെ ഇത് അവതരിപ്പിക്കുമ്പോൾ ഭക്തിയെയും വെറുപ്പിനെയും അന്നത്തെ സമകാലിക യാത്രകളിൽ, പ്രതിഷേധങ്ങളിൽ ചാലിച്ചു ചേർത്ത് ആണ് അതിൻ്റെ ഒരു അവതരണം വരുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർ കാണേണ്ടതാണ്. അത് ദൂരദർശനം ഒന്ന് ബാൻ ചെയ്തു. പിന്നീട് കുറേ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതാണ്. പത്രത്തിലാണ് ഡോക്യുമെൻ്ററി യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുപോലെ നിരവധിയായ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായും ഈ രൂപത്തിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരുപക്ഷെ ഒരു ഫീച്ചർ ഫിലിം പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമോ ഒന്നുമല്ല ഇത്തരം ഡോക്യുമെൻ്ററികളിലേക്ക് വരുമ്പോൾ. ഞാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളോട് നിങ്ങളുടെ ഒരു ഓർമ്മ പാരിയത്തുകാവിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. എൻ്റെ വേദിയിൽ മാത്രമല്ല സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളുടെ ശ്രദ്ധ. ഞാനും കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് പാരിയത്തുകാവിൽ പോയതാണ്. ഏതാണ്ട് 19 ഏക്കർ ഭൂമി ഏതാണ്ട് 45 വർഷം മുമ്പ് ശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പുറമ്പോക്ക് കയ്യേറി. അന്ന് അതിന് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമുള്ള കാലമല്ല. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു കുടിയുറപ്പിൻ്റെ സ്വഭാവത്തിലേക്ക് വന്ന, കുടിയിറക്കുക എന്ന സ്വഭാവത്തിലേക്ക് വന്ന, നാം എല്ലാം മീഡിയയിലൂടെ അറിഞ്ഞ ഏതാണ്ട് 7ഓളം വരുന്ന ആദിവാസി വിഭാഗത്തെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർവ്വസന്നാഹങ്ങളുമായി പോലീസ് സംവിധാനം 14 പ്രാവശ്യം വന്നപ്പോഴും ഈ കുടിയിറക്കലിന് വിധേയമായ ജനങ്ങളും അതുപോലെ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനവും രാഷ്ട്രീയം നോക്കാതെ, അതിൽ കോൺഗ്രസ്സുകാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ സംഘരാഷ്ട്രീയമെന്തോ നോക്കാതെ അവരോടൊപ്പം നിന്ന് പ്രതിരോധം തീർത്തെങ്കിലും അങ്ങനെ അത് ഒഴിഞ്ഞു പോവുകയാണ്. കാരണം അതിനൊരു കോടതിയിൽ, മുനിസിപ്പൽ കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. എന്നാൽ ഈ പുതിയ പശ്ചാത്തലത്തിൽ പുതിയ സംവിധാനം വന്നതിന് ശേഷം ഏതാണ്ട് 3-ാം നാൾ നമ്മൾ അറിയുന്നത് ജലപീരങ്കികളുമായി ആ പ്രദേശത്ത് നിന്ന് 15ാമത് പ്രാവശ്യം അവർ അവിടെ പാതിരപ്പള്ളിയിൽ എത്തുമ്പോൾ ഏതാണ്ട് നമ്മൾ കർണാടകയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ കാണുന്ന പോലെ ഏതാണ്ട് 100 വർഷത്തിന് മേലെ അവിടെ കുടിയേറി താമസിക്കുന്ന 4 തലമുറകളായി അവിടെ താമസിക്കുന്ന അവർക്കെതിരെ അതിൽ ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, 84 വയസ്സ് പ്രായമുള്ള അമ്മമാരുണ്ട്. അത്തരം വളരെ ദരിദ്ര പശ്ചാത്തലമുള്ള അവർക്കെതിരെ വളരെ മാരകമായ ആ ചെറുത്തുനിൽപ്പുണ്ടായെങ്കിലും മുൻപ് ആ 14 വട്ടം എങ്ങനെയായിരുന്നു ആ നിലയ്ക്ക് ആയിരുന്നില്ല. അവരെ അടിച്ചിറക്കി, അവരെ ആക്രമിച്ചു. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി. ആ ദുരന്ത ഭൂമിയിൽ ആ മുഴുവൻ വീടുകളും സന്ദർശിക്കാൻ പോയ നമ്മുടെ പുകാസയുടെ തന്നെ അശോകൻ ചെരുവിൻ്റെ കൂടെ ഞാനും പങ്കെടുത്താണ്. നമ്മൾ അത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ മീഡിയയിലൂടെ നമ്മളറിയുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ആ സംവിധാനത്തിനെതിരെ ഉണ്ടാകുന്ന ആക്രോശവും നമുക്ക് മനസ്സിലുണ്ടാകുന്ന വൈകാരിക ഭാവങ്ങളും ഒക്കെ ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ മാറും. അത്തരം സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഡോക്യുമെൻ്ററി. ഇപ്പം അതുകൊണ്ട് അവരുടെ കണ്ണീരും അവരുടെ സങ്കടങ്ങളും മാത്രം ഒപ്പിയെടുക്കാതെ യഥാർത്ഥത്തിൽ ഓൺ ചെയ്ത് വെച്ച മൈക്കിന് മുമ്പിൽ അവർക്ക് പറയാനുള്ളത് പറയാൻ, അവർക്ക് കേൾക്കാനുള്ളത് കേൾക്കാൻ, അത് ഒരു ചൂഷണമല്ലാതെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അതാകും അതിൻ്റെ യാഥാർത്ഥ്യം കൊണ്ടുവരാനുള്ള ഏക മാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത്തരത്തിൽ അതിനുള്ളൊരു സ്കോപ്പ് കൂടി നമ്മുടെ ഈ വർത്തമാന കാലത്ത് അവശേഷിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞതാണ്. അത്തരം ചെയ്യാൻ കഴിയുന്നത് ആ ഒരു ചങ്കൂറ്റവും ആ സിസ്റ്റം കാണിക്കുന്ന സംവിധാനങ്ങളുള്ള എതിർപ്പും ഒക്കെ നമുക്ക് ചാലിച്ച് ചേർക്കാൻ പറ്റുന്ന വിധത്തിലാണ്. അങ്ങനെയാണ് ഡോക്യുമെൻ്ററി ഉണ്ടാകേണ്ടത്, ഉണ്ടാകുന്നതും അങ്ങനെയാണ്. അപ്പം അത് ഒന്ന് ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായ നമ്മുടെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ഡോക്ടർ സന്ധ്യ ജയകുമാർ, നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ സബ്ജക്റ്റ് ഡോക്യുമെൻ്ററി സിനിമ, കലയും പ്രതിരോധവും എന്നതാണ്. സുധി അന്ന മാത്രമാണ് ഇവിടെ എത്തിച്ചേരാത്തത്. ഔപചാരികമായി ഈ
ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡൻ്റാണ് ശ്രീ പി കൃഷ്ണൻ. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിക്കും. ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാജേഷ് ജെയിംസ്. സന്ധ്യ ഇവിടെ സൂചിപ്പിച്ചു, പ്രശാന്തത്തിന് അവിടെ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ എൻ്റെ മകളും പഠിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു ബന്ധം ആ കോളേജുമായിട്ട് എനിക്കുണ്ട്. അപ്പം അദ്ദേഹമാണ്, രാജേഷ് ജെയിംസ് ആണ് ഇവിടെ ലിറ്ററേച്ചറിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. ഔപചാരികമായി ഈ ഡോക്യുമെൻ്ററി ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ രാജേഷ് ജെയിംസിനെ, പ്രൊഫസർ രാജേഷ് ജെയിംസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ രാമദാസ് കടവല്ലൂർ നമ്മുടെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിം കോഴിക്കോട് നിലവിൽ താമസിക്കുകയും തൃശ്ശൂരുകാരനായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം രാമദാസ് കടവല്ലൂരിനെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ അപൂർവ വ്യക്തിത്വം കൂടി നമ്മുടെ കൂടെ ഉണ്ട്. വൺ മിസ്റ്റർ കാവിൽ ബി ഈസ് കമ്മിങ് ഫ്രം ചെന്നൈ. ഇപ്പം കാവിൽ ബിയുടെയാണ് നമ്മുടെ ഇതിന് ശേഷം, ഈ സെമിനാറിന് ശേഷം ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു ഫിലിം അദ്ദേഹത്തിൻ്റെയാണ്, കെവിൻ്റെയാണ്. ഇപ്പം കെവിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തകർ, 27-ാം തീയതി മുതൽ മെട്രോ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ, എല്ലാവരെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു ഡോക്യുമെൻ്ററി എങ്ങനെ ആയിരിക്കണം, അതെങ്ങനെ പ്രതിരോധത്തിനും പ്രതിഷേധത്തിനുമുള്ള മാർഗമായി യൂസ് ചെയ്യാം, ഒരു ടൂളായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് സ്വാഗത പ്രസംഗത്തിലൂടെ അങ്ങനെ ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്ത സോമൻ സാറിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള മാന്യ സുഹൃത്തുക്കളെ, ഇൻക്ലൂഡിങ് മിസ്റ്റർ കവിൻ, he has come from Chennai. உங்களுக்கு வணக்கம். ஏன்னா அந்த இவருக்கு மலையாளம் சரியாக வராது, அதனால் தமிழில் பேசுகிறோம். ഇപ്പോൾ നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ അദ്ദേഹം ഡോക്യുമെൻ്ററി എന്താവണം, എന്തൊക്കെ വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നെല്ലാം അതിഗംഭീരമായി വളരെ വിശദമായി പറയുകയുണ്ടായി. അത് ഒരു ഡോക്യുമെൻ്ററി ഫോർമേഷൻ, വാട്ട് ആക്ച്വലി ഈസ് ഡോക്യുമെൻ്ററി എന്നുള്ളതാണ്. അത് നമ്മൾക്കിടെ അറിവ് ശേഖരിച്ച് വെക്കാനുള്ള ഡോക്യുമെൻറ്റേഷൻ ആണ് ഡോക്യുമെൻ്ററി. അത് മോഷൻ പിക്ചർ ആകുമ്പോൾ ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറയുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഡോക്യുമെൻ്ററി ഫിലിംസിനോടൊപ്പം ഷോർട്ട് ഫിലിംസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ 2-3 മാസം മുമ്പ് അവർ 5 ഫിലിംസ്, ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിംസ് ഫെസ്റ്റിവൽ നടത്തി. അതിൽ നിങ്ങൾ മൈ ഫാദർ ഈസ് അഫ്രൈഡ് ഓഫ് വാട്ടർ, ദെൻ വേറെ ഒരു 5 സിനിമയും കൂടെ, കുറുമ്പി, അങ്ങനെയുള്ളൊരു 5 സിനിമ, പിന്നെ ഒരു 5 സിനിമ അതിൽ കാണിച്ചു. സോ വാട്ട് ഐ മീൻ ഈസ്, ഈ ഡോക്യുമെൻ്ററിയോടൊപ്പം ചെറു സിനിമകളും, അതായത് ഷോർട്ട് ഫിലിംസും കൂടെ ചേർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഈ ചെറു ഫിലിംസും കൂടെ ഉൾപ്പെടുന്നു. ഇതിൻ്റെ ഈ ആമുഖത്തിൽ ഞാൻ പറയാനുള്ള ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തും ഞാൻ. ഐ വിൽ നോട്ട് ടേക്ക് മച്ച് ടൈം. ഇവിടെ രാംദാസ് കടവല്ലൂരുണ്ട്, രാജേഷ് ജെയിംസ് ഉണ്ട്, അപ്പുറം കെവിൻ ഫ്രം ചെന്നൈ അദ്ദേഹമുണ്ട്. ഇവർക്ക് സമൂഹത്തോട് എന്തോ പറയാനുണ്ട്, അല്ലെങ്കിൽ സമൂഹം അറിയണം എന്ന് വിശ്വസിക്കുന്ന ചില വിഷയങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. സമൂഹം പ്രതികരിക്കണം, ഇന്ന വിഷയത്തിൽ ആവശ്യമായ പ്രതികരണം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നും അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമം എന്ന നിലയ്ക്ക്
സിനിമയെ അവർ കാണുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇത് പ്രകടിപ്പിക്കുവാൻ അവർക്ക് പുരപ്പുറത്ത് കയറിയിരുന്ന മൈതാന പ്രസംഗം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ നേതാവിനെ പോലെ അവർക്ക് ചെയ്യാം. പക്ഷെ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാൽ അത് ഒരു വശം മാത്രമാവും. കാരണം ഭരണപക്ഷം പറയുന്നത് പ്രതിപക്ഷത്തിന് ശരിയാവില്ല, പ്രതിപക്ഷം പറയുന്നത് ഭരണപക്ഷം ശരിയാവില്ല. കുറിക്ക് കൊള്ളുന്ന കാര്യങ്ങൾ വിശദമായും വ്യക്തമായും പറയാനുള്ള ഒരു മാധ്യമമായി സിനിമയെ അവർ തിരഞ്ഞെടുക്കാൻ കാര്യം മനുഷ്യ മനസ്സിലേക്ക്, മനുഷ്യൻ്റെ ബോധമണ്ഡലങ്ങളിലേക്ക് വളരെ ആഴത്തിൽ ചെല്ലുന്ന ഒരു മാധ്യമമാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ വി വിൽ നോട്ട് ഫോർഗെറ്റ് ഫോർ സോ മച്ച് ടൈം. കാരണം അത്രയും ആഴത്തിൽ ആ വസ്തുത അല്ലെങ്കിൽ ആ വിഷയം നമ്മുടെ മനസ്സിൽ തള്ളി നിൽക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, കുറേ മുമ്പ് രാജേഷ് ജെയിംസിൻ്റെ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ, യെസ്, അത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റ് തന്നെയില്ലേ, ഡോക്യുമെൻ്ററി സിനിമ, കലയും പ്രതിരോധവും. ഫോർ കെവിൻ ഐ ടെൽ യു, ഡോക്യുമെൻ്ററി ഫിലിം, ആർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ആ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ അതിൽ കലയുണ്ടായിരുന്നു. എത്ര സുന്ദരമായിട്ടാണ് 3 സ്ത്രീകളുടെ അതിജീവനത്തെ രാജേഷ് വളരെ വളരെ ഭംഗിയായി, നമ്മൾക്കത് കാണുമ്പോൾ സ്റ്റിൽ ആ 3 മഹതികളും, ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളവരെ ആദരിച്ചു. അപ്പോൾ രാജേഷ് പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയും അതിജീവനങ്ങൾ ഉണ്ട്. ശ്മശാനത്തിന് കാവലിരിക്കുന്ന, ശ്മശാനത്തെ ജോലികൾ ചെയ്യുന്ന ഒരു സ്ത്രീ കൂടെ അതിലുണ്ടായിരുന്നു, ഒരു മഹനീയ വനിത കൂടെ അതിലുണ്ടായിരുന്നു. അവരെക്കുറിച്ചുള്ള ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാലും നമ്മളതിന് വേണ്ടത്ര ഗൗരവത്തോടെ കാണാത്ത ചില സംഭവങ്ങൾ, വ്യക്തികൾ, ഇതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു പക്ഷേ സാധാരണക്കാരായ നമ്മൾ ഒന്നുകിൽ അവരെ കണ്ടിട്ട് അപ്പോൾ എന്ത് വേണോ ആ ഒരു കാര്യം ചെയ്ത് മടങ്ങുന്നു. പക്ഷേ ഇവരങ്ങനെയല്ല. ദേ തിങ്ക് അബൌട്ട് വൈ, അതുകൊണ്ട് എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ടാണ് അവരതെങ്ങനെ, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതാണ് ഡോക്യുമെൻ്ററി. അതിൽ കലയുണ്ടായിരുന്നു, അതിൻ്റെ റെസിസ്റ്റൻസ്. രാംദാസിൻ്റെ മണ്ണ്, അതൊരു കാപ്പിത്തോട്ടത്തിലെ അതിജീവനത്തിൻ്റെ കഥയാണ്. അത് നമ്മളിവിടെ കാണിച്ചു, മെട്രോ ഫിലിം സൊസൈറ്റി കാണിച്ചൊരു സിനിമയാണത്. അപ്പോൾ അതിൽ കലയുണ്ടെന്ന് മാത്രമല്ല, കലയേക്കാൾ കൂടുതൽ അതിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പ്രധാന വ്യക്തം. പിന്നെ ഒരു സിനിമ നമ്മളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കുന്നത്, അല്ലെങ്കിൽ സിനിമ വിജയിക്കുന്നത്, പ്രത്യേകിച്ചും കമേഴ്ഷ്യൽ ഫിലിംസ് വിജയിക്കുന്നതിൻ്റെ ഒരു കാര്യം പ്രേക്ഷക സ്വീകാര്യതയാണ്. അതിൻ്റെ തിളക്കം, പൊലിമ, ഗ്ലാമർ, ഇതൊന്നും നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറം വിസ്മയ ലോകത്തേക്ക് നമ്മളെ നയിക്കുന്ന ചില ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയുള്ളത് കൊണ്ടാണ് നമ്മൾ ആ സിനിമ കൂടുതൽ സ്വീകാര്യമായി തോന്നുന്നതും ടിക്കറ്റ് എടുത്ത് കാണുന്നത്. അതിൻ്റെ ഒരു കുറവ് ഡോക്യുമെൻ്ററിയിലുണ്ട്. കാരണം ഡോക്യുമെൻ്ററിക്ക് ഗ്ലാമറില്ല. ദേ ജസ്റ്റ് ടെൽ വാട്ട് ദേ റിയലി വാണ്ടഡ് ടു ടെൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി സമൂഹത്തോട് അവരെന്ത് പറയാൻ ഉദ്ദേശിക്കുന്നുവോ അത് നഗ്നമായി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫിലിമിൻ്റെ കാര്യമല്ല, സത്യത്തിൽ വെളിച്ചത്തോടുകൂടി പറയാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്കാണ് ഇവർ ഡോക്യുമെൻ്ററി ഫിലിംസ് ആൻഡ് ഷോർട്ട് ഫിലിംസ് കാണുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഷോർട്ട് ഫിലിംസിൻ്റെ കാര്യം വരുമ്പോൾ കവിൻ ഫ്രം ചെന്നൈ അവരോടൊരു ലഞ്ച് ബോക്സിനൊരു ഫിലിം ഫസ്റ്റ് ഫിലിം ഇതുക്കപ്പുറം യുവേഴ്സ് ഈസ് ദ ഫസ്റ്റ് ഫിലിം. ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല, കാരണം ഇവരുടെ 2 പേരുടെ ഫിലിംസ് നമ്മൾ കണ്ട് ആസ്വദിച്ച് ഇവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതാണ്. പക്ഷേ കവിൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം വി ആർ ഗോയിങ് ടു സീ ദ ഫിലിം. ദ ഫസ്റ്റ് സ്ക്രീനിങ് ഈസ് ലഞ്ച് ബോക്സ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമൂഹത്തോട് പറയാനുള്ള വളരെ വ്യക്തമായി സ്ഫുടമായി പറയാനുള്ളൊരു മാധ്യമമായി സിനിമയെ കാണുന്ന ഈ പ്രഗത്ഭമതികൾക്ക്, കാരണം അതിനൊരു, ഇപ്പോൾ നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ മാതിരി ദിറ്റ്സ് വെരി ലോട്ട് ഓഫ് എഫർട്ട് അത് വേണം. വെറുതെ ഒരു സിനിമ തിരക്കഥ എഴുതി ഉണ്ടാക്കുന്നത് പോലെ
ഡോക്യുമെൻ്ററി സിനിമ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവരോടൊപ്പം ചേർന്നപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. കുറേ പഠന മനനങ്ങൾക്കപ്പുറമാണ് ഒരു സിനിമ യഥാർത്ഥത്തിൽ ഡോക്യുമെൻ്ററി ഫിലിംസ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഞ്ച് ബോക്സ് കണ്ടാൽ അത് മനസ്സിലാവും. യഥാർത്ഥത്തിൽ സിനിമ നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ തെളിയുന്നത്. ഈ 3 പ്രതിഭകൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം, ഫീച്ചർ ഫിലിം ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് കൃഷ്ണൻ സാർ മനസ്സിലാക്കി തന്നു. അതിൽ ഇവർ ഈ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഈ പ്രതിഭകൾ 3 പ്രതിഭകളും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് സാറ് പറഞ്ഞതുപോലെ തന്നെ സംവദിക്കാനുള്ളത്, സമൂഹവുമായി സംവദിക്കാനുള്ളത്, നമ്മളുടെ മനസ്സിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ളത്, പ്രതികരിക്കണം, സമൂഹം അതിനെതിരെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെതിരെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വളരെ കൃത്യമായും വളരെ വ്യക്തമായും അതിശക്തമായും പറയുന്ന ഒരു മീഡിയത്തെ അങ്ങേയറ്റം ഉത്തരവാദിത്വത്തോടെ ഹാൻഡിൽ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ഈ 3 പ്രതിഭകൾക്കും ഒന്നുകൂടെ ആദരമർപ്പിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ഡോക്ടർ രാജേഷ് ജെയിംസിനെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏകദേശം ഒരു 10 മിനിറ്റോളം സംസാരിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ ഇടപ്പള്ളി ചലച്ചിത്ര ഉത്സവം ഓർഗനൈസ് ചെയ്യുന്ന മെട്രോ ഫിലിം സൊസൈറ്റിക്കും അതുപോലെ തന്നെ അതിലെ എല്ലാ അംഗങ്ങൾക്കും ഞാനൊരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതിനുള്ള ഒരു കാരണം, നമ്മളുടെ ഒരു പബ്ലിക് സ്ഫിയറിൽ ഇന്ന് സിനിമ എന്നുള്ള ഒരു മാധ്യമത്തിൻ്റെ പ്രദർശന വേദികൾ ഓരോ ദിവസവും കൂടുമ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സിനിമ എന്നൊരു മീഡിയത്തിന് അതിൻ്റെ എല്ലാ ഡൈവേഴ്സിറ്റിയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും ഒരു 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 സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു ആർട്ട് ഗ്രൂപ്പിന് അവർക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന രീതിയിലോ വലിയ ലാഭം ഇല്ലാത്തൊരു സംഗതിയാണ്. എങ്കിലും അവരുടെ പ്രിയപ്പെട്ട ദിവസങ്ങളും സമയങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത്തരമൊരു വേദി ഉണ്ടാക്കി അവിടെ സിനിമകൾ സ്ക്രീൻ ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രതിരോധ പ്രവൃത്തിയാണ് ഈ കാലഘട്ടത്തിൽ എന്ന് ഞാൻ കാണുന്നു. സിനിമ എടുക്കൽ മാത്രമല്ല, സിനിമ കാണിക്കൽ ഒരു കലാപമാണ്, അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ആക്റ്റാണ്, ഒരു പ്രതിരോധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമൂഹമാണ് മലയാളികൾ. അത് ജോൺ എബ്രഹാമിനെ പോലുള്ള ആളുകളെ, ആനന്ദ് പട്വർദ്ധനെ പോലുള്ള ആളുകളെയൊക്കെ കാണുന്ന അല്ലെങ്കിൽ കണ്ടു വളർന്ന ഒരു സമൂഹത്തിന് ഇതൊരു പുതിയ അറിവല്ല എന്നറിയാം. എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വേഗം വളരെ അധികം മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു ഫെസ്റ്റിവൽ ഒരുക്കിയ മെട്രോ ഫിലിം സൊസൈറ്റിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതിനൊപ്പം തന്നെ ഒരു ദിവസം അത് ഷോർട്ട് ഫിലിമുകൾക്കും ഡോക്യുമെൻ്ററികൾക്കും മാത്രമായി മാറ്റിവെച്ചു എന്നുള്ളതും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇങ്ങനൊരു ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കോർ പോയിന്റിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ജോർജ് ഏട്ടൻ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ഡോക്യുമെൻ്ററി സ്ക്രീനിങ്ങിനായിട്ടും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററിയെക്കുറിച്ചുള്ള ഒരു സെമിനാർ എന്ന രീതിയിലാണ് ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്നെ വിളിക്കുന്ന സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഡോക്യുമെൻ്ററികളെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഇന്നത്തെ എൻ്റെ ഈ ചില ചിന്തകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഈ ഫിലിം സൊസൈറ്റിയുടെ ഒരു മാഗസിനാണ് ദൃശ്യതാളം എന്ന് പറയുന്ന ഒരു മാഗസിൻ. എനിക്ക് തോന്നുന്നു നമ്മൾ പല ആളുകളും വായിക്കുന്ന ഒരു മാഗസിനാണ്. അപ്പോൾ അതിൻ്റെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഡോക്യുമെൻ്ററി സിനിമകളെ കുറിച്ചാണ്. അപ്പം അത് ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ FFSI നടത്തുന്ന അല്ലെങ്കിൽ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് കേരളം നടത്തുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ, സയൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അതിൽ ഒരു ക്യൂറേറ്ററായിട്ട് ഞാനുണ്ടായിരുന്നു. അവിടെ മലയാളത്തിലെ നിരൂപകന്മാരും അതുപോലെ തന്നെ ഫിലിം മേക്കേഴ്സും ഒക്കെ തമ്മിലുണ്ടായിട്ടുള്ള ഒരു ഡിബേറ്റിൽ നിന്നുകൊണ്ടാണ് അത്തരം ഒരു ഫോക്കസിലേക്ക് ദൃശ്യതാളം വരുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു കോമൺ ഡിസ്കഷൻ പോയിൻ്റ് ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ ഡോക്യുമെൻ്ററി ഏതാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർത്തിയുണ്ടായി പലരും. മലയാളത്തിലെ ആദ്യത്തെ സിനിമ
തീർച്ചയായിട്ടും വിഗതകുമാരനാണ് ഒരു ഫിക്ഷൻ സിനിമ എന്ന രീതിയിൽ. അത് 1928 30 എന്നുള്ള വലിയ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ 28 എന്ന് ശ്രീ കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം കാരവൻ മാഗസിൻ്റെ ഒരു ആർട്ടിക്കിൾ മമ്മൂട്ടിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വായിക്കുന്ന സമയത്ത് മലയാളത്തിലെ ഫസ്റ്റ് സിനിമ 1930 എന്നുള്ള ഒരു ഡിബേറ്റ് ഇന്നും ഫിക്ഷൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ ഡോക്യുമെൻ്ററി ഏതാണ്, അല്ലെങ്കിൽ ഫിക്ഷൻ സിനിമയും ഡോക്യുമെൻ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോൺർ ഡിഫറൻസസ് ഉണ്ടോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു വർഷത്തെ ഈ ദൃശ്യതാളം, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന എഡിഷനിലെ ദൃശ്യതാളത്തിലെ മലയാളത്തിലെ ഡോക്യുമെൻ്ററി സിനിമയെക്കുറിച്ച് ഒരു പ്രത്യേക പതിപ്പ് ഇറക്കണമെന്നും അതിൻ്റെ പ്രാരംഭ ഭാഗമായിട്ട് മലയാളത്തിലെ ഡോക്യുമെൻ്ററിയുടെ ചരിത്രത്തിൻ്റെ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് എത്ര പേരെ അറിയാം, ഓഡിയൻസ് അടക്കമുള്ള ആളുകൾ, ഇൻ്റലക്ച്വൽസ് അടക്കമുള്ള ആളുകൾ, മലയാളത്തിലെ നിരൂപകർ അടക്കമുള്ള ആളുകൾക്ക് മലയാളത്തിലെ എത്ര ഡോക്യുമെൻ്ററികളെക്കുറിച്ച് അറിയാം, മലയാളത്തിലെ ഡോക്യുമെൻ്ററി സംവിധായകരെക്കുറിച്ച് അറിയാം എന്നുള്ള ഒരു വലിയ ചർച്ച വരികയും മലയാളത്തിലെ ഡോക്യുമെൻ്ററിനെ കുറിച്ച് കേരളത്തിൽ ഒരു പുസ്തകം പോലും ഇതുവരെ രചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്തു. അത് ഇത്രമാത്രം ഫിലിം കൾച്ചർ വളരെ ഡീപ്പായി ഉള്ള ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മീഡിയത്തിന് ഈ ഒരു ആബ്സെൻസ് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു അന്വേഷണമാണ് ഞങ്ങൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നവും ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ലോകത്തിലെ എല്ലാ ഫിലിം കൾച്ചറും അല്ലെങ്കിൽ സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് ആക്ച്വാലിറ്റി ഫിലിംസ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ഡോക്യുമെൻ്ററി സിനിമയിൽ നിന്നുകൊണ്ടാണ്. ലൂമിയോ ബ്രദേഴ്സ് ചെയ്തിട്ടുള്ള സിനിമകളുടെ ലെങ്ത് നിങ്ങൾ പരിശോധിക്കുക, അതിൻ്റെ നേച്ചർ നിങ്ങൾ പരിശോധിക്കുക, അതിനൊരു ഡോക്യുമെൻ്ററി സ്വഭാവമുണ്ട്. 1930 ജോൺ ഗ്രിയേസൺ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കാണ് ഡോക്യുമെൻ്ററി എന്നുള്ള ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഡോക്യുമെൻ്ററിനെ ഡിഫൈൻ ചെയ്യുന്നത് ക്രിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആക്ച്വാലിറ്റി എന്നുള്ളതാണ്. അതിനു മുമ്പ് വരെ സിനിമയെ ആക്ച്വാലിറ്റി എന്നുള്ള രീതിയിലാണ്, ആക്ച്വാലിറ്റി ഫിലിംസ് എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് സിനിമയുടെ പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ സിനിമ ചെയ്തിട്ടില്ല. ഇന്നത്തെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ സിനിമയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ലൂമിയർ ബ്രദേഴ്സ് ചെയ്തിട്ടുള്ളതിൽ എത്ര നാരറ്റീവ് സിനിമകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ ചെയ്തതൊക്കെ ഡോക്യുമെൻ്ററി സിനിമകളാണ്. അതിൻ്റെ ലെങ്തും വളരെ ഷോർട്ടാണ്. പക്ഷെ നമ്മൾ അവരെ വിളിക്കുന്നത് സിനിമയുടെ പിതാക്കന്മാർ എന്നാണ്, അല്ലെങ്കിൽ പിതാവ് എന്ന രീതിയിലാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് നിങ്ങൾ വരിക, സിനിമയുടെ പിതാവ് ആരാണ്? ദാദാ സാഹേബ് ഫാൽക്കെ ചെയ്ത ആദ്യ സിനിമ എന്ന് പറയുന്നത് നമ്മൾ അറിയപ്പെടുന്നത് രാജാ ഹരിശ്ചന്ദ്രയാണ്. പക്ഷേ അദ്ദേഹം അതിനു മുമ്പൊരു ഡോക്യുമെൻ്ററി സിനിമ ചെയ്തിരുന്നു. ആ സിനിമ 1913 അദ്ദേഹം ചെയ്തൊരു സിനിമയാണ്. ആ സിനിമയുടെ പേര് 11 ചെയ്ത ഗ്രോത്ത് ഓഫ് എ പീ പ്ലാന്റ് എന്ന് പറയുന്ന സിനിമയാണ്. ഗ്രോത്ത് ഓഫ് എ പീ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ സിനിമയുടെ തുടക്കം നമ്മൾ രാജാ ഹരിശ്ചന്ദ്രയിലേക്ക് എത്തുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ സിനിമയുണ്ടായിരുന്നു. അത് രാജാ ഹരിശ്ചന്ദ്രയെക്കുറിച്ച് ഞാൻ പറയാനുള്ളൊരു കാര്യം, സ്വാഭാവികമായിട്ടും നമ്മളുടെ സിനിമയുടെ പിതാവ് എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പേരാണ് തീർച്ചയായിട്ടും ദാദാ സാഹിബ് ഫാൽക്കെ. അദ്ദേഹം ചെയ്ത ആദ്യ സിനിമ യഥാർത്ഥത്തിൽ രാജാ ഹരിശ്ചന്ദ്ര അല്ല. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ 1896 തൊട്ട് ഇന്ത്യയിൽ സിനിമയുണ്ട്. ലൂമിയ ബ്രദേഴ്സ് ഇവിടെ വന്നിരുന്നു. 1898 സഖാറാം ഭാട്ടവതേക്കർ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ സിനിമ എടുത്തിട്ടുണ്ട്. ദ റെസലേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ നമ്മൾ സിനിമയുടെ പിതാവെന്ന്, ഇന്ത്യൻ സിനിമയുടെ പിതാവെന്ന് എന്തുകൊണ്ട് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ രസകരമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഈ ഡിസ്ക്രിപ്പൻസിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ മലയാളിക്കും ഇന്ത്യൻസിനും പൊതുവേയുള്ള ഈ ഫിക്ഷണൽ സ്വഭാവത്തോടുള്ള ഒരു 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 അഡ്മിറേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു പരിധിവരെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ ഡോക്യുമെൻ്ററി എന്നുള്ളൊരു മീഡിയത്തിനെ നമ്മൾ കേവലം ഫാക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ടൈറ്റിൽ ഇടുന്നുണ്ട്, കലയും പ്രതിരോധവും. യഥാർത്ഥത്തിൽ വലിയ ഒരു റിലീഫാണ് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം. ഡോക്യുമെൻ്ററി സിനിമയെ കലയായിട്ട് കാണുന്ന
ഒരു ഫിലിം സൊസൈറ്റി ആണല്ലോ മെട്രോ ഫിലിം സൊസൈറ്റി എന്ന് ഞാൻ കരുതുന്നു. യഥാർത്ഥത്തിൽ വളരെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ ഡോക്യുമെൻറ്റേഷൻ എന്ന രീതിയിൽ മാത്രമാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ കാണുന്നത്. അതിനെ കൗണ്ടർ ചെയ്യുന്ന പല എക്സാമ്പിൾസ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഇന്ത്യൻ സിനിമയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സഖാറാം ഭട്ടാവതേക്കറിനെ മറക്കുന്നു? അതിനു മുമ്പ് എത്രയോ ആക്ച്വാലിറ്റി ഫിലിംസ് ഇന്ത്യയിലുണ്ട്. പക്ഷേ സിനിമയുടെ ചരിത്രം സോക്കോൾ ക്രിട്ടിക്സ് തുടങ്ങുന്നത് രാജാ ഹരിശ്ചന്ദ്രയിലാണ്. ഇതൊരു അനീതിയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ചരിത്രമേ ഇല്ല. നമ്മളുടെ സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് 1928 മാത്രമാണ്. വിഗതകുമാരൻ, നമ്മൾ 100 വർഷം മലയാള സിനിമയുടെ 100 വർഷം ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ട് അതിലൊരു ഡോക്യുമെൻ്ററി ഇല്ല? സ്വാഭാവികമായിട്ടും ചിന്തിക്കുമ്പോൾ അത്തരമൊരു നാരറ്റീവ് ഫിക്ഷൻ കേരളത്തിൽ വരുന്നതിന് മുമ്പ് എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡോക്യുമെൻ്ററി സിനിമ, ഒരു ആക്ച്വാലിറ്റി സിനിമ കേരളത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ചരിത്രമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു അനീതിയാണ്. ആ അനീതിയെ മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ, രാംദാസിനെ പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വേദികളിൽ ഞങ്ങൾ അത് ഫിലിം സൊസൈറ്റി ആയാലും ഫിലിം ഫെഡറേഷൻ ആയാലും ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു മീഡിയത്തെ അഡ്രസ്സ് ചെയ്യണം. അതൊരു കേവല ചെറു സിനിമയല്ല. ചെറു സിനിമയോ അല്ലെങ്കിൽ സിനിമയുടെ പ്രാഗ് രൂപമോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു കൈൻഡ് ഓഫ് ഡീവിയേറ്റഡ് ഫോമോ അല്ല. അത് സിനിമയാണ് എന്ന് മുന്നോട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൃശ്യജാലത്തിൻ്റെ ഈ ഒരു എഡിഷൻ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഈ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് മലയാളത്തിൽ നിരവധി ഡോക്യുമെൻ്ററികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ഡോക്യുമെൻ്ററി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം ഫിക്ഷൻ സിനിമയാണ്. ഇന്ന് പുതിയ സർക്കാരിൻ്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗവർണർ പ്രഖ്യാപിച്ച നയപ്രഖ്യാപനത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അവർ മുന്നോട്ട് വെച്ചൊരു ആശയത്തെ എന്താണ് പറയുക, കേരളത്തെ ഒരു വലിയ ഫിലിം ഇതായിട്ട് ഹബ്ബാക്കി മാറ്റും എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ സിനിമയെ എന്നൊരു വ്യവസായമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങുന്നു. അത് യഥാർത്ഥത്തിൽ സിനിമയെ ഒരു പ്രതിരോധമായിട്ടോ സിനിമയെ ഒരു കലയായിട്ടോ നമ്മൾ കാണുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കലാരൂപവും പ്രതിരോധ മാർഗവും അതെത്രമാത്രം സാധ്യമാകും എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും സിനിമയെ കലയായിട്ടും ഒരു പ്രതിരോധ മാർഗമായിട്ടും കാണുന്ന ആളുകൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്നും കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലെങ്കിലും നമ്മൾക്ക് ആനന്ദ് പട്വർദ്ധനും രാകേഷ് ശർമ്മയും ഒക്കെ കലാപകാരികളായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന ഡോക്യുമെൻ്ററി സംവിധായകരായിട്ട് നമ്മൾ ഇന്ന് അവരെ അളക്കുന്നത്. അതായത് കേവലം സാമ്പ്രദായികമായിട്ടുള്ള അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിന് ബിയോണ്ടായിട്ടുള്ള മൂലധനത്തിന് ബിയോണ്ടായിട്ട് സിനിമയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളുകളിൽ പല ആളുകളിൽ പ്രധാനപ്പെട്ട പേരുകൾ തന്നെയാണ് ആനന്ദ് പട്വർദ്ധനും അതുപോലെ തന്നെ രാകേഷ് ശർമ്മയും നിരവധി ഡോക്യുമെൻ്ററി ഫിൽം മേക്കേഴ്സും. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഫിൽം മേക്കർ ഉണ്ടായിരുന്നു. ബാബുരാജ് എന്ന് പറയുന്ന ഒരു ഫിൽം മേക്കറുണ്ട്. ഇവരൊക്കെ 1970-കൾക്കും 80-കൾക്ക് ശേഷം പ്രത്യേകിച്ച് 90-കളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ട്. ഇവിടുത്തെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മൂവ്മെൻറ്റിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രതിരോധം തീർത്ത ആളുകളാണ്. ഇവരുണ്ടാക്കിയിട്ടുള്ള സിനിമകൾ കേവലം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വെച്ച് നിങ്ങളതിനെ ജഡ്ജ് ചെയ്യുമ്പോൾ അത് പബ്ലിക് സ്ഫിയറിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രകമ്പനങ്ങൾക്ക് കുറവാണ്. പക്ഷേ ഒരു ആർട്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ആർട്ടിഫാക്റ്റ് എന്ന രീതിയിൽ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ നമ്മളതിനെ പഠിക്കുമ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള വിപ്ലവം അത് വലിയ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോയിൻ്റ് ഇതാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സിനിമയെ വ്യവസായം മാത്രമായി ചുരുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ഉള്ളിൽ ഇപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അധ്യക്ഷ പ്രസംഗം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഡോക്യുമെൻ്ററി ഫിൽം മേക്കേഴ്സിനും അതുപോലെ തന്നെ ഷോർട്ട് ഫിൽം മേക്കേഴ്സിനും തീർച്ചയായിട്ടും കാണിയിലേക്ക് എത്താനുള്ള ദൂരം വളരെ കൂടുതലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിൻ്റ് ഇതാണ്, കാണിയിലേക്കുള്ള ദൂരവും കാഴ്ചക്കാരും കൊണ്ട് നിങ്ങൾ സിനിമകളെ അളക്കാൻ തുടങ്ങിയാൽ അത് ലിമിറ്റ് ചെയ്യുന്നത് ഡോക്യുമെൻ്ററിയെയോ ഷോർട്ട് ഫിലിമിനെയോ മാത്രമായിരിക്കില്ല. ഇവിടുത്തെ
പാരലൽ സിനിമ അല്ലെങ്കിൽ സമാന്തര സിനിമകൾ ഉണ്ടാക്കുന്ന എല്ലാ ആളുകളെയുമാണ് എന്ന് തീർച്ചയായിട്ടും പറയേണ്ടതായിട്ട് വരും. ഇവിടുത്തെ മലയാളത്തിലെ സോ കോൾഡ് ആർട്ട് സിനിമകൾ എത്രമാത്രം വിപണിയിൽ വിജയം നേടിയിട്ടുണ്ട്, എത്രമാത്രം കാണികളുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് കാണിയോ കാഴ്ചയോ ലാഭമോ വെച്ച് ഒരു സിനിമയുടെ ക്വാളിറ്റിയോ അതിൻ്റെ ഫ്യൂച്ചറിനെയോ ഒക്കെ ജഡ്ജ് ചെയ്യുന്ന ഒരു സംസ്കാരം തീർച്ചയായിട്ടും ഒരു പരിധി വരെ എന്താണ് പറയുക, നമ്മൾ ആത്മഹത്യയാണ് എന്നാണ് ഞാൻ പറയുക. ഒരു തരം ആത്മഹത്യയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അത് കേവലം ഡോക്യുമെൻ്ററികൾക്കോ ഷോർട്ട് ഫിലിമിനോ മാത്രമല്ല, മാർക്കറ്റിൽ ലാഭം നേടുന്ന എത്ര സിനിമകളുണ്ട് കേരളത്തിൽ. അത് കച്ചവട സിനിമ എന്ന് തന്നെ നമ്മൾ വിളിക്കുന്ന സിനിമകൾ എത്രയുണ്ട്? ഇല്ല, വളരെ ചുരുക്കം ചില സിനിമകളല്ലേ മലയാളത്തിൽ സാമ്പത്തിക ലാഭം. അപ്പം മൂലധനം എന്നുള്ള അല്ലെങ്കിൽ ലാഭം എന്നുള്ള ഒരു ആംഗിളിൽ മാത്രം സിനിമയെ തളച്ചിടുക ശരിയല്ല. അപ്പം ആ ഒരു മൂലധന പെർസ്പെക്റ്റീവിൽ നിന്ന് മറികടന്നുകൊണ്ട് ആണ് രാംദാസിനെ പോലുള്ള ആളുകൾ, അർജുനെ പോലുള്ള ആളുകൾ, കേരളത്തിലെ അഭിജിത്തിനെ പോലുള്ള ആളുകൾ ഒക്കെ, നമ്മളിന്ന് കാണുന്ന ഷിഹാബിനെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന സിനിമ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു കലാപമാണ്, ഒരു പ്രതിരോധമാണ്. അത് തീർച്ചയായിട്ടും ആ പ്രതിരോധത്തിൻ്റെ പ്രകമ്പനങ്ങൾ കാണികൾ സ്വീകരിച്ചില്ല എങ്കിൽ പോലും അത് ഈ പബ്ലിക് സ്ഫിയറിൽ ഉണ്ട് എന്നുള്ളതാണ്. രാംദാസിൻ്റെ സിനിമ കാണാൻ നിങ്ങൾ കണ്ടില്ലെങ്കിലും അദ്ദേഹം ചെയ്ത മണ്ണ് എന്ന് പറയുന്ന സിനിമ കേരളത്തിൻ്റെ പബ്ലിക് സ്ഫിയറിൽ, ഇൻ്റലക്ച്വൽ സ്ഫിയറിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ വരും തലമുറയായിരിക്കാം അതിനെ അംഗീകരിക്കുക. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമ സാമ്പത്തികമായിട്ട് ഒരുപക്ഷെ അത് പരാജയപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാണികൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പൾപ്പ് ഫിക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു സോപ്പ് ഓപ്പറ സീരിയലിൻ്റെ കാണികൾ പോലും ഉണ്ടായേക്കില്ല. പക്ഷേ വരും കാല സിനിമക്കാരോ അല്ലെങ്കിൽ വരും തലമുറയോ ആ സിനിമയുടെ റെലവൻസിനെ അടയാളപ്പെടുത്തുന്നു. ഇതിന് ഉദാഹരണമായി എനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തിൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെന്ന രീതിയിൽ ഈ രാംദാസിൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ IIT ഹൈദരാബാദിൽ ഒരു സെമിനാറിന് പോയ സമയത്ത് എന്നോട് അവിടുത്തെ ഒരു വിദ്യാർത്ഥി അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുകയുണ്ടായി. പെമ്പിളை ഒരുമയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഇടപെടലുകൾ തീർച്ചയായിട്ടും ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല, അത് നാളത്തേക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ സാമ്പത്തികമായിട്ടും മാർക്കറ്റിലും വിജയം തേടിയ എത്ര സിനിമകൾ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. അടൂരിൻ്റെ സിനിമകൾ എവിടെയാണ് മാർക്കറ്റിൽ ഓടിയിരിക്കുന്നത്? പക്ഷേ ഇന്നും അടൂർ ഗോപാലകൃഷ്ണനെ ചില കേസസിൽ ഐഡിയോളജിക്കലായിട്ട് നമ്മൾ വിമർശിക്കുമ്പോഴും അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഫിലിം കൾച്ചർ, ഇന്ത്യയിൽ മണി കൗൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫിലിം കൾച്ചർ, സത്യജിത് റേ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫിലിം കൾച്ചർ നമ്മൾ ആഘോഷിക്കുന്നില്ലേ? അതേസമയം ചീപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ ഒരു പോപ്പുലർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എടുത്തിട്ടുള്ള സിനിമകൾ, അതല്ലെങ്കിൽ ബിസിനസ് മൂലധന ഇൻട്രസ്റ്റോടുകൂടി മാത്രം എടുത്ത സിനിമകൾ ഒരുപക്ഷെ മാർക്കറ്റിനെ കീഴടക്കിയിട്ടുണ്ടായേക്കാം. എത്ര ആളുകൾ അതിനെ ഇന്ന് ഓർക്കുന്നുണ്ട് സിനിമയുടെ ചരിത്രത്തിൽ. അതുകൊണ്ട് കാലം തീരുമാനിക്കും കലയും, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കലയുടെ സാങ്കത്യവും അല്ലെങ്കിൽ സിനിമയുടെ രൂപവും ഭാവവും ഒക്കെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാംദാസിനെ പോലുള്ള പുതുകാല ഡോക്യുമെൻ്ററി സംവിധായകർ അവരറിയാതെ തന്നെ ഒരു വിപ്ലവം നടത്തുന്നുണ്ട്. അത് ഈ സമൂഹം അറിയുന്നേയില്ല, കേരള സമൂഹം അറിയുന്നേയില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും അവരുടെ സിനിമകളിലേക്ക് ആളുകൾ എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാണ് ഞാൻ ശരത്ചന്ദ്രൻ്റെ സിനിമകളെക്കുറിച്ച്, ശശിയേട്ടൻ്റെ സിനിമകളെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ ഒരു കാലഘട്ടത്തിലും ഒരു അറിവുമില്ലാതിരുന്ന, എവിടെയോ രണ്ട് ധ്രുവങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളായിട്ടും ഇന്ന് ആ സിനിമകളുടെ ആർക്കൈവ്സിലേക്ക് കയറി ചെല്ലാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടും ഇന്ന് എനിക്കൊരു പ്രചോദനമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്ത സിനിമാ പ്രവർത്തികൾ, സിനിമ ആക്ടിവിസം എന്നും റെലവൻ്റ് ആണ് എന്നാണ്. ഉദാഹരണത്തിന് യുഗാന്തർ കളക്റ്റീവ് എന്ന് പറയുന്ന ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ഒരു ഫിലിം ഗ്രൂപ്പ്, അവർ ചെയ്ത 1980കളിൽ ചെയ്തിട്ടുള്ള സിനിമകൾ ഇന്ന് ആർസണൽ ആർക്കൈവ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ഫിലിം റെസ്റ്റോറേഷൻ ഗ്രൂപ്പ് അതിനെ റെസ്റ്റോർ ചെയ്ത് ആളുകൾക്കായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ 1980കളിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ പ്രവർത്തനം ഇന്ന്
അത് നിരവധി ആളുകൾക്ക് പഠന വിഷയമാണ്. ആളുകൾ ഇന്നും ടൊബാക്കോ എംബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ ആളുകൾ ഇന്നും അതിനെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യങ്ങളിലും പഠിക്കുകയും അവർ ചെയ്ത സിനിമയെക്കുറിച്ച് നിരവധി പ്രബന്ധങ്ങൾ എഴുതുകയും ചർച്ചകൾക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് കലയാണ്, കലയൊക്കെ കലാപമാണ്, കലയൊക്കെ പ്രതിരോധവുമാണ് എന്ന് തന്നെയാണ്. കലയെയും ആക്ടിവിസത്തെയും നമുക്കങ്ങനെ മാറ്റിക്കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. അതുകൊണ്ട് എടപ്പള്ളി ചലച്ചിത്രോത്സവത്തിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ടാവട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഇത്തരം ചെറു ഫെസ്റ്റിവൽസും ചെറു സ്ക്രീനിങ്സും ഒക്കെ പുതിയ തലമുറയിലെ ആരെയെങ്കിലും ഒക്കെ പ്രചോദിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതൊരു വിപ്ലവ പ്രവൃത്തിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ആശംസകളും നേരുന്നു. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഓർഗനൈസേഴ്സിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ രാംദാസിനും അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ള കാവിനും എല്ലാവർക്കും നന്മകൾ നേരുന്നു. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മലയാളത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടായി വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും മലയാള സിനിമകൾക്കും ഇപ്പം ഞാൻ എൻ്റെ ഒരു റീസെൻറ്റ് സിനിമയുടെ ഭാഗമായിട്ട് ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ട് അതിൽ വർക്ക് ചെയ്ത് അതിൽ ഇവരൊക്കെ പബ്ലിക് സ്ഫിയറിലും അതുപോലെ തന്നെ ഇവരുടെ ഇൻഡസ്ട്രിയിലും ഒക്കെ ഫിക്ഷൻ സിനിമകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫിൽം മേക്കേഴ്സാണ്. ഞാൻ ആരുടെയും പേര് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ അവരൊക്കെ ഈ സിനിമാക്കാരൊക്കെ അവരുടെ പ്രചോദനത്തിനായിട്ട് അവർ കാണുന്നതും അതിൽ വർക്ക് ചെയ്യുന്നതും ഡോക്യുമെൻ്ററി സിനിമയാണ്. ഒരു ഫിലിം വിദ്യാർത്ഥിക്ക് ഒരു കാരണവശാലും ഒരു ഡോക്യുമെൻ്ററി സിനിമയുടെ റെലവൻസിനെ തള്ളി പറയാനായിട്ട് പറ്റത്തില്ല. ഒരു ഫിക്ഷൻ സിനിമ ചെയ്യുന്നതിനേക്കാൾ 100 ഇരട്ടി, ഞാൻ മൂലധനത്തെക്കുറിച്ചല്ല പറയുന്നത്, ക്രിയേറ്റീവായിട്ടും നിങ്ങളെടുക്കുന്ന ലേബറും അതിൻ്റെ എക്സ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റാണ്. അത് ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും രാംദാസിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹം ഇൻസ്പയർ ചെയ്ത ഒരു കൂട്ടം സംവിധായകർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ ഒരു വേദി തന്ന ഓർഗനൈസേഴ്സിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Dr. Rajesh James. That was highly informative. ഇൻഫർമേറ്റീവ് എന്ന് മാത്രമല്ല, ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഡോക്യുമെൻ്ററികളുടെ ചരിത്രം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. സത്യത്തിൽ അത് നമ്മൾ ഫിലിം സൊസൈറ്റി പ്രവർത്തകർക്ക് ഉള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് രാജേഷിൻ്റെ ആ ആത്മരോഷം, തികച്ചും ആത്മരോഷത്തോടു കൂടിയാണ് ഡോക്ടർ രാജേഷ് അത് പറഞ്ഞത്. ആ ആത്മരോഷത്തെ അതിൻ്റേതായ സെൻസിൽ ഫിലിം സൊസൈറ്റി പ്രവർത്തകർ ഏറ്റെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഊഴം ശ്രീ രാംദാസ് കടവല്ലൂരിൻ്റെയാണ്. നമസ്കാരം. രാജേഷ് വളരെ വിപുലമായിട്ടും അതിൻ്റെ കോറിൽ, സബ്ജക്റ്റിൻ്റെ കോറിൽ വളരെ വിപുലമായിട്ട് സംസാരിച്ചു. അതിനൊക്കെ കൂടുതലൊന്നും പറഞ്ഞു വയ്ക്കാനില്ല. വളരെ വിശദമായൊരു ടോക്കായിരുന്നു. മാത്രമല്ല രാജേഷ് ഒരു അക്കാഡമിക് ഫീൽഡിൽ നിന്നും കൂടെ ആയതുകൊണ്ട് അക്കാഡമിഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ടോക്കും കൂടെ ആയിരുന്നു അതുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാനും ഇത് മുന്നോട്ട് വയ്ക്കാനും എടപ്പള്ളി ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഡോക്യുമെൻ്ററികൾക്കും മറ്റും മാറ്റിവെക്കാനും ഉള്ള മെട്രോ ഫിലിം സൊസൈറ്റിയുടെ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. കലയും പ്രതിരോധവും എന്നാണ് ഡോക്യുമെൻ്ററി സിനിമ, കലയും പ്രതിരോധവും എന്നാണ് രാജേഷിൻ്റെ തന്നെ ടോക്കിലിൻ്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഡോക്യുമെൻ്ററികളുടെ ചരിത്രം തന്നെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നവും കിടക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സിനിമ എടുത്ത ഒരു അധിക ബാധ്യതയാണ് കഥ പറച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഥ പറയുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ എല്ലാ ഫിക്ഷൻ നറേറ്റീവും ഒരുപക്ഷെ നമ്മുടെ ജീവിതം കൂടുതലും ഈ കഥകളുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടോ കഥകൾക്കകത്ത് നമ്മൾ വളർന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ചെറുപ്പം തൊട്ടേ മുത്തശ്ശി കഥകൾ എന്നൊക്കെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ കഥകൾക്കിടയിൽ വളരെയധികം മാത്രമല്ല മനുഷ്യൻ്റെ ഇമാജിനേഷൻ അങ്ങനെ അതിൻ്റെ കുറേ സാധ്യതകളെല്ലാം ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് എപ്പോഴും ഈ കഥകൾ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് കൂടെ ആയിരിക്കാം ഒരുപക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിക്കുന്നതോട് കൂടിയിട്ട്, അത് നിഴൽ ചിത്രങ്ങളുടെ ഒരു സാങ്കേതിക വിദ്യ മാത്രമാണ്, അത് വികസിക്കുന്നതോട് കൂടിയിട്ട് അതിനകത്തേക്ക് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കയറി വരികയും ഫിക്ഷനിലേക്ക് അത് ഫോക്കസ് ചെയ്യുകയും ചെയ്യപ്പെട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഒരുപക്ഷെ സിനിമ ഏറ്റെടുത്ത ഒരു അധിക ബാധ്യതയാണ്, അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്നും ബാധ്യതയായി നിൽക്കുന്ന ഒന്നായിട്ടാണ് കഥ പറച്ചിൽ എന്ന് പറയുന്ന ഒരു സംഗതി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഡോക്യുമെൻ്ററി സിനിമകൾ നിർബന്ധപൂർവ്വം, അത് എന്താ പറയുക, ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് കൂടിയാണ് ഡോക്യുമെൻ്ററികൾക്കകത്ത് നിലനിൽക്കുന്നത്. പ്രതിരോധം എന്നതിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഡോക്യുമെൻ്ററി സിനിമകളുടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ കുറച്ച് ഇപ്പം ഏറ്റവും വളരെ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു ഡൽഹിയിലെ JNU-ൽ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റിൻ്റെ മുന്നായിട്ട് സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുള്ള മുസഫർ നഗർ അബി ബാക്കി ഹേ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി സിനിമയുടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണത്. മുസഫർ നഗർ അബി ബാക്കി ഹേ എന്നുള്ള സിനിമ എത്ര പേരധികം കണ്ടിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യയിലൊരു വലിയ മൂവ്മെൻറ്റ് തന്നെ, ഒരു സ്റ്റുഡൻസ് മൂവ്മെൻറ്റിനെ തന്നെ ഇളക്കി വിടാൻ മാത്രമുള്ള പ്രാപ്തിയുള്ള ഒരു ഒന്നായിട്ടാണ് ആ സിനിമ അവിടെ നിന്നത്. അങ്ങനെ സിനിമകൾക്ക്, ഡോക്യുമെൻ്ററി സിനിമകൾക്ക് സാമൂഹ്യമായിട്ട് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് രാജേഷ് തന്നെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ അതെപ്പോഴാണ് അതിൻ്റെ ആ സാധ്യതയിലേക്ക് അത് വികസിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബാബറി മസ്ജിദ് സംഭവത്തിൻ്റെ 2ാം ഘട്ടം, അത് പ്രത്യേകിച്ച് അതിൻ്റെ സമീപകാല സംഭവ വികാസങ്ങൾ കൂടെ വരുന്ന സമയത്ത് ആനന്ദ് വടവർദ്ധൻ്റെ ഡോക്യുമെൻ്ററിയുടെ ചില ഭാഗങ്ങൾ നമ്മൾ വീണ്ടും തിരിച്ചു കാണുകയുണ്ടായി. ആ മനുഷ്യരെ ജീവിച്ചിരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ രാവിലത്തെ സിനിമയിൽ കാണിച്ച, ഇപ്പോൾ ഡോക്യുമെൻ്ററി ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ രാവിലെ ഞാൻ കാണിച്ച ആ സിനിമയ്ക്കകത്ത് കാണുന്ന 3 വ്യക്തികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ മനുഷ്യർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെയുള്ള മനുഷ്യരാണ്. ഇന്ന് അവർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, പക്ഷെ ആ മനുഷ്യർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പല രീതിയിലുള്ള ഇത് ആത്മഹത്യകളായിട്ടും ഒക്കെ ആയിട്ടും ഇല്ലാതായിപ്പോയ മനുഷ്യരാണ്. ഈ ചരിത്രത്തിലേക്ക് പിറകിലേക്ക് തിരിഞ്ഞു നടക്കുമ്പം സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഗതി, പ്രത്യേകിച്ച് ഡോക്യുമെൻ്ററി സിനിമകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഗതി, അത് നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കാൻ കഴിയും എന്നുള്ളത്. അത് ഒരുപക്ഷെ പ്രതിരോധത്തിൻ്റെ ആവാം, പ്രതിരോധത്തിൻ്റെ ഭാഷയാവാം, ചിലപ്പോൾ മറ്റേതെങ്കിലും സാമൂഹ്യ ഇടപെടലുകളുടെ ഭാഷയാവാം. ഇപ്പോൾ ശരത്ചന്ദ്രനെ പറ്റിയിട്ടും എന്താ പറയുന്നത്, KP ശശിധരനെ പറ്റിയിട്ടൊക്കെ രാജേഷ് സംസാരിക്കുമ്പോൾ പറയുണ്ടായി. ഇപ്പോൾ ശരത്ചന്ദ്രൻ എടുത്ത സിനിമകളുടെ സ്വഭാവമല്ല KP ശശിധരൻ എടുത്തിട്ടുള്ള സിനിമകൾ. KP ശശിധരൻ്റെ സിനിമകൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് പോലും ഒരു കേരള എന്ന് പറയുന്നതോ പരിസ്ഥിതി എന്നുള്ളതൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ വളരെ ഡിഫറൻ്റായ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്ന് ചെയ്തിട്ടുള്ള വളരെ ഗംഭീരമായ സിനിമകളാണ്. ഒരുപക്ഷെ മലയാളി നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു വലിയ ഫിലിം മേക്കറാണ് KP ശശിധരൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം KP ശശിധരൻ ഡോക്യുമെൻ്ററിയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇലയും മുള്ളും പോലെയുള്ള ഫിക്ഷൻ സിനിമകളുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ മണിലാലേട്ടൻ നിരന്തരം ഡോക്യുമെൻ്ററികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മണിലാലേട്ടൻ്റെ ഭാരതപ്പുഴ എന്നുള്ളൊരു സിനിമ ഇപ്പം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും അത് സംസ്ഥാന അവാർഡ് കിട്ടിയൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടിലും ഏറ്റവും പുതിയ കാലത്ത് ഇപ്പോൾ ഡോൺ പാലത്തറയെ പോലുള്ള ആളുകൾ ഡോക്യുമെൻ്ററി സിനിമകൾക്കകത്ത് ഗംഭീരമായ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിക്ഷൻ ഫിലിം മേക്കേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാനും നാളെ ഒരുപക്ഷെ ഒരു ഫിക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫിക്ഷൻ സിനിമയ്ക്ക് ഡോക്യുമെൻ്ററി സിനിമകളിലെ കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഡോക്യുമെൻ്ററികൾക്ക് എന്താ പറയുന്ന ഒരു പ്രാധാന്യത്തോടു കൂടിയിട്ട് ഒരു സാമൂഹ്യമായ ഏറ്റെടുക്കൽ ഡോക്യുമെൻ്ററികൾക്ക് സംഭവിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരുപക്ഷെ ഫിലിം മേക്കറിൽ മാത്രം നിൽക്കേണ്ട ഒരു പ്രതിരോധ രീതിയല്ല. ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ തീരുമാനിക്കുക എന്ന തീരുമാനം തന്നെ ഒരു പ്രതിരോധ സംഗതിയാണ്. അത് നമ്മൾ അതിൽ തന്നെ ഒരു രാഷ്ട്രീയവും നിലപാടിൻ്റെ ഭാഗവും ആണ് ഡോക്യുമെൻ്ററി എടുക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെ. ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിലെ ഡോക്യുമെൻ്ററിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഡോക്യുമെൻ്ററികൾ ചെയ്ത് തീർക്കുന്നത് തീർച്ചയായിട്ടും, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആ സിനിമയിലെ ഏറ്റവും വലിയ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ആ സമയത്ത് മറ്റൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ തന്നെയാണ് ആ സിനിമ തീർക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ 3 സിനിമകളും IDSFFKയിൽ വന്ന സിനിമകളാണ് 3 സിനിമകളും. അതിൽ ചിലത് സയൻസ് ഫിലിം ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഈ സത്യപുൽ എന്ന് പറയുന്ന സിനിമയും സയൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയ സിനിമയാണ്, സിനിമ റെസിസ്റ്റൻസ് അവാർഡ് കിട്ടിയ സിനിമയാണ്. പക്ഷെ ഞാൻ നോക്കിക്കഴിയുമ്പോൾ മണ്ണ് 2020 പുറത്തിറങ്ങുന്നത്. അതിൻ്റെ വയനാട് ജില്ലയിൽ ആദ്യത്തെ സ്ക്രീനിങ് നടക്കുന്നത് ഒരാഴ്ച മുൻപാണ്. ഞാനത് ആ ഫെസ്റ്റിവലിൽ പറയുകയും ചെയ്തു. അതായത് ഞാൻ താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ നിന്ന് തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലേക്ക് ആ സിനിമ ട്രാവൽ ചെയ്യാൻ ഏതാണ്ട് 5 വർഷക്കാലം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സിനിമ കാസർഗോഡ് ജില്ലയിൽ ഒരു സിനിമകളും കാണിച്ചിട്ടില്ല. എൻ്റെ എന്നല്ല, എനിക്ക് തോന്നുന്നത്, ഞാൻ പറയുന്നത് ജനറലി ഞാൻ പറയണം. ഇപ്പം ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ചില രീതിയിലെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുമ്പോൾ പോലും ആ സിനിമകൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 5-6
ജില്ലകൾക്കപ്പുറത്തേക്ക് ആ സിനിമകൾ എവിടെയും എറണാകുളത്ത് തീർച്ചയായിട്ടും നിരന്തരം സ്ക്രീനിങ് നടന്നത്. ആലപ്പുഴ ജില്ലയിൽ സ്ക്രീനിങ് ചെയ്തിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ സ്ക്രീനിങ് ഉണ്ടായിട്ടില്ല. പത്തനംതിട്ട സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടില്ല. കൊല്ലം ജില്ലയിൽ സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു സിനിമയും സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ സിനിമ നിലനിൽക്കുന്നത് നമുക്ക് അറിയുന്ന ബന്ധങ്ങളിൽ നിന്നാണ് സിനിമയുടെ സ്ക്രീനിങ് കുറേ നടന്നു പോകുന്നത്. ഇപ്പോൾ മെട്രോ ഫിലിം സൊസൈറ്റിയായിട്ട് ഞാൻ വളരെ അധിക കാലമായിട്ട് ജോർജ് ചേട്ടനായിട്ടും ഇവിടെയുള്ള എല്ലാവരായിട്ടും നമ്മൾക്ക് വലിയൊരു ആത്മബന്ധം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ സിനിമകൾ കാണാൻ നിരന്തരം അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നു, ക്ഷണിക്കപ്പെടുന്നു, ഇതിൻ്റെ ഭാഗമാവുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ സിനിമകൾ സഞ്ചരിക്കാനുള്ളൊരു സാധ്യത വേണം. അതാണ് ശരിക്കും ഉയർത്തിയെടുക്കേണ്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പ്രതിരോധം എന്നത് സിനിമയ്ക്കകത്ത് സംഭവിക്കേണ്ടത്. ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമയല്ല തീർച്ചയായിട്ടും രാജേഷ് ചെയ്യുന്നത്, രാജേഷിൻ്റെ സിനിമയല്ല മറ്റൊരാൾ ചെയ്യുന്ന സിനിമ. ഡോക്യുമെൻ്ററി സിനിമകൾക്ക് പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മനുഷ്യരുടെ പല രീതിയിലുള്ള ആശയങ്ങളിൽ നിന്നാണ് സിനിമ സംസാരിക്കുന്നത്. ഡോക്യുമെൻ്ററി സിനിമയുടെ ഒരു വലിയ എനിക്ക് ഈ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് സിനിമകളായി യാത്ര ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡോക്യുമെൻ്ററി സിനിമ എത്രമാത്രമാണ് പുറം രാജ്യങ്ങളിലെ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഇത് ഇതാവുന്നത്. ഇപ്പം ഞാൻ ഈ ധാക്ക ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് സിനിമ കാണാൻ എൻ്റെ സിനിമ മാത്രമല്ല ഡോക്യുമെൻ്ററി സിനിമകൾ കാണാൻ ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പം വെറുതെ അവിടെ കൂടിയ കാണികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യൻ സിനിമകൾ കൂടുതലും ഞങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒക്കെ ഞങ്ങളുടെ നാട്ടിലും കാണാൻ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ കാണാൻ പറ്റാത്ത സിനിമകൾ കാണാനാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ റിയാലിറ്റി അറിയാനായിട്ടാണ് ഞങ്ങൾ ഡോക്യുമെൻ്ററി കാണുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഡോക്യുമെൻ്ററി സിനിമകളുടെ വ്യൂസ് എന്ന് പറയുന്നത് അതിന് വ്യൂവേഴ്സ് എന്ന് പറയുന്നത്, അതിന് കാണികൾ എന്ന് പറയുന്നത് ആഗോളമായി തന്നെ പരന്നു കിടക്കുന്ന വലിയൊരു കാണികളുടെ സമൂഹം നമുക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരാനുള്ള വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള കേരളത്തിനകത്ത് നിന്നുകൊണ്ട് ഇതിപ്പം എന്നെ സംബന്ധിച്ചുള്ള ഞാൻ എൻ്റെ ഒരു പ്രിവിലേജിനകത്ത് ജോലി എന്നുള്ളൊരു പ്രിവിലേജിനകത്ത് നിന്ന് സിനിമ ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു രാജേഷൻ സർവൈവ് ചെയ്യുന്നത് സിനിമയ്ക്കകത്ത് നിന്നല്ല. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരാൾക്ക് സർവൈവ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. സ്ക്രീനിങ് വെന്യൂസ് കൂടേണ്ടതുണ്ട്. അതിനുള്ള സർക്കാർ സാമൂഹ്യ സംവിധാനങ്ങൾ വരേണ്ടതുണ്ട്. ഫിലിം സൊസൈറ്റികൾ കൂടുതലുണ്ട്. ഇപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം പുറത്തുള്ള ചില യൂണിവേഴ്സിറ്റി സ്ക്രീനിങ്സ് ഒക്കെ ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. അപ്പം ഞാൻ ഇതേ സംഗതി ഇവിടെയുള്ള ചില മറ്റേ യൂണിവേഴ്സിറ്റികളോടും കോളേജുകളോടും അവതരിപ്പിച്ചു. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചില സിനിമകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി റിസർച്ച് ഫണ്ടൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഫിലിം മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. കേരളത്തിൽ ഒരു കോളേജുകളോ ക്യാമ്പസുകളോ ചിലപ്പോൾ 1-2 സ്ക്രീനിങ്ങിന് ചിലപ്പോൾ വിളിക്കുമായിരിക്കാം. പക്ഷേ നമുക്ക് അതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നതിനകത്തേക്കുള്ള ഒരു ഫണ്ടിങ് കോൺട്രിബ്യൂഷനോ അതിനെ നിലനിർത്താൻ ആവശ്യമായ ഒരു സാമൂഹ്യ ഘടനയോ നിലവിലില്ല. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചലച്ചിത്ര അവാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ ചലച്ചിത്ര അവാർഡിൻ്റെ ഭാഗമേ അല്ല ഡോക്യുമെൻ്ററി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ അവാർഡിൽ. ഇപ്പം ഇനി നിങ്ങൾ സ്ക്രീൻ ചെയ്യാൻ പോകുന്ന ഈ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ റിക്കാർഡ് ഡാൻസ് എന്ന് പറയുന്ന സിനിമ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി, സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ഡോക്യുമെൻ്ററികളിൽ ഒന്നാണത്. അത് ജാഫ്ന ഫിലിം ഫെസ്റ്റിവലുള്ള പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലിലേക്ക് യാത്ര ചെയ്ത സിനിമ കൂടിയാണ്. പക്ഷേ ആ സിനിമ നോക്കൂ, ഇവിടെ വരുമ്പോൾ അത് ഫിലിം ഫെസ്റ്റിവലുകൾ പുറത്തു പോയിട്ട് ഫിലിം ഫെസ്റ്റിവലുകളുടെ ഭാഗമായിട്ട് കാണിക്കുന്ന സിനിമ ഇവിടെ വരുമ്പോൾ അത് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ചത്തുരത്തിനകത്ത് നിന്നൊക്കെ ഡോക്യുമെൻ്ററി സിനിമകൾ അതിൻ്റെ കലാഘടനയെ ഭേദിച്ചുകൊണ്ട് പുതിയ രീതികൾ, പുതിയ കാഴ്ചയുടെ പുതിയ അട്ടിമറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഫിലിം ഇതിനകത്ത് ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത് ഡോക്യുമെൻ്ററിക്ക് അകത്താണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഇപ്പോൾ രാജേഷിൻ്റെ തന്നെ സിനിമ എടുത്താലും സ്ലൈവ്സ് ഓഫ് ദ എംപറർ എടുത്താലും അത്തരം സിനിമകളാണ് കാഴ്ചക്കകത്ത് വലിയ അട്ടിമറി. കാരണം ഫിക്ഷനെ സംബന്ധിച്ചിടത്തോളം ഫിക്ഷന് പലപ്പോഴും ഈ ഫിക്ഷൻ നാരേറ്റീവ്, ഞാൻ പറയുന്നത് എല്ലാ ഫിക്ഷനെ അല്ല, തീർച്ചയായിട്ടും ആർട്ടിൽ ഫിക്ഷൻ്റെ നാരേറ്റീവിനകത്ത് തീർച്ചയായിട്ടും കാലികമായ ഇടപെടൽ നടത്തുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഫിക്ഷൻ കൊണ്ടു കിടക്കുന്ന ഈ കഥ പറയുക എന്ന ബാധ്യത ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഡോക്യുമെൻ്ററി സിനിമകൾക്ക് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു മുഴുവൻ രാഷ്ട്രീയത്തെയും മുഴുവൻ കാഴ്ചയും ആർട്ടിനെയും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഡോക്യുമെൻ്ററി ഫിലിം മേക്കർക്ക് കൊടുക്കുന്നുണ്ട്. എത്രമാത്രം അതുകൊണ്ട് മറ്റ് സാമ്പത്തിക ബാധ്യതകളില്ലാതെ, അതായത് ഈ പറഞ്ഞ സാമ്പത്തിക ബാധ്യത മൂലധന ബാധ്യതകളില്ലാതെ തന്നെ ഒരു കലാവിഷ്കാരം എന്നുള്ള നിലയിൽ കൊണ്ടുവരാനുള്ള വലിയ സാധ്യത ഡോക്യുമെൻ്ററി അവശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നിലനിർത്തിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എന്നുള്ള രീതിയിൽ ഫിലിം സൊസൈറ്റികൾ എന്ന രീതിയിൽ ഏറ്റെടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഫിലിം ഫെസ്റ്റിവലിന് പുറത്ത് പോയി നേപ്പാളിലൊരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്ത സമയത്ത് എൻ്റെ കൂടെ ബൾഗേറിയ എന്നുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കാശൊക്കെ എടുത്തിട്ടാണ് അവിടെ പോയത്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ഭയങ്കര പൈസയാണ് വരാമെന്നൊക്കെ പറഞ്ഞ വലിയ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു വൈ യു ആർ പേയിങ് ഫ്രം യുവർ പോക്കറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നിന്നെ എങ്ങനെ എടുത്ത് നിങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫിലിം ഫെസ്റ്റിവലുകാർ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് അറിയാൻ വേണ്ടി കൂടുതൽ ചോദിച്ചപ്പോൾ
അവർ പറഞ്ഞത് പുറത്ത് ഏതെങ്കിലും ഫിലിം ഫെസ്റ്റിവലുകളിലേക്കൊക്കെ സെലക്ട് ചെയ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ അതാത് രാജ്യത്തെ കൾച്ചറൽ മിനിസ്ട്രിക്ക് ഒരു ലെറ്റർ അയച്ചാൽ അവരുടെ രാജ്യത്തെ കൾച്ചറൽ അവരുടെ ഈ ട്രാവൽ കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുക്കും. കാരണം ഇവരുടെ കൾച്ചറും ഇവരുടെ രാജ്യത്ത് നിന്നുള്ളൊരു സിനിമയാണ് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മലയാളത്തിലെ ഡോക്യുമെൻ്ററി സിനിമയുടെ ഏറ്റവും നല്ല വർഷങ്ങളിലൊന്നാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അത് രാജേഷിനെ പോലുള്ള ആളുകളുടെ ഇടപെടലിൽ വലിയ പ്രാധാന്യമുണ്ട്. നിരന്തരം ഇതിനെ അക്കാഡമിക്കായിട്ട് കൂടി ഇപ്പം ഞാനൊക്കെ ഫിലിം ചെയ്തിട്ടാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഞാൻ ഫിലിം മേക്കർ എന്നുള്ള രീതിയിലൊരു എന്താ പറയുന്ന അതിൻ്റെ ഒരു എക്സ്പ്രഷൻ്റെ എൻ്റെ സിനിമ എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് മാത്രം ഇടപെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സിനിമയ്ക്കകത്ത് അക്കാഡമിക്കായിട്ട് കൂടി ഇടപെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു അക്കാഡമിക് ഇടപെടൽ ഇന്ന് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാൾ ഞാൻ പറയുന്നത് ഡോക്യുമെൻ്ററി സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച്. കാരണം ഫിക്ഷനെ പറ്റി നിങ്ങൾ ഒരു സിനിമ ഇപ്പം വെറുതെ ഇറങ്ങിയ ഉടനെ തന്നെ ഫേസ്ബുക്കിൽ 50 100 മറ്റേ എന്താ പറയുന്നത്, പക്ഷേ ഡോക്യുമെൻ്ററി സിനിമകളെ കണ്ടെടുക്കാനും ഡോക്യുമെൻ്ററി സിനിമയെ പറ്റി ഗവേഷണം നടത്താനും പുസ്തകം എഴുതാനും അതിനെ അക്കാഡമിയായിട്ട് ആളുകളിൽ എത്തിക്കാനും നിരന്തരം വേദികളിൽ ഉന്നയിക്കാനുമുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും രാജേഷ് ജെയിംസ് നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാജേഷിനെ പോലെയുള്ള റിസോഴ്സ് പേഴ്സൺസിനെ ഇനിയും കൂടി കൂടുതൽ കേരളം ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്ന അക്കാഡമിക്കും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങൾക്ക് രാജേഷിനെ പോലുള്ള ആളുകളെ കൂടുതൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ചരിത്രത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ചരിത്രം ഉണ്ടാവണം, ചരിത്രത്തെ രേഖപ്പെടുത്തണം. ഇത് ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഇത് നമ്മൾ വിട്ടുകളയുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഒരു സമൂഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ സാമൂഹ്യ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുന്ന ആളുകൾ കൂടിയാണ് ഡോക്യുമെൻ്ററി സിനിമാ നിർമ്മാതാക്കൾ. മരിച്ചുപോയ എത്രയോ പേരുണ്ട്, ശ്രമങ്ങൾ നടത്തി പകുതിയിലായ ആളുകളുണ്ട്. എവിടെയും ഇപ്പോൾ ലീല സന്തോഷ് എന്ന് പറയുന്ന ഫിലിം മേക്കർ, ലീല സന്തോഷ് ഗംഭീരമായിട്ട് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഫിലിം മേക്കറാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫിലിം മേക്കറാണ്. ലീല സന്തോഷ് വളരെ ഗംഭീരമായ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. മാർജിനലൈസ്ഡ് ആയിട്ട് സമൂഹങ്ങളിൽ നിന്നുള്ള മനുഷ്യർ എത്രയോ ഗംഭീരമായിട്ട് അവരവരുടെ സ്വന്തം കഥകൾ ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഡോക്യുമെൻ്ററികളൊക്കെ കണ്ടെത്താൻ, അതിനെ മെൻറ്റർ ചെയ്തെടുക്കാൻ, അതിനെ ഒരു കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനുള്ള സാമൂഹ്യ സംവിധാനങ്ങൾ അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് കൂടി ഇതുകൊണ്ട് തന്നെ ഇതൊരു പൊതുവേദി ആയതുകൊണ്ടുകൂടിയാണ് ഞാനത് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം അക്കാഡമിയുടെ ഭാഗത്തുനിന്നുകൂടിയും സർക്കാരുകളുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിലനിൽപ്പുള്ളൂ. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു ഐ ആം രേവതി എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി. അത് വാൻകോവർ ഫിലിം ഫെസ്റ്റിവൽ വരെ യാത്ര ചെയ്ത ഡോക്യുമെൻ്ററിയാണ്. പക്ഷെ മലയാളത്തിൽ അത് രേഖപ്പെടുത്തുന്നില്ല. അഭിജിത്തിൻ്റെ പിന്നീടുള്ള യാത്രകൾ അവിടെ അവസാനിക്കുകയാണ്. സ്വന്തം സൗഹൃദങ്ങളിൽ നിന്ന് ഒരുപക്ഷെ സിനിമ അവിടെ ഇവിടെയൊക്കെ കാണിച്ചു പോകാൻ പറ്റിയാലും മുന്നോട്ടുള്ളൊരു സർവൈവൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് എല്ലാ മനുഷ്യരും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോക്യുമെൻ്ററികൾ നിലനിൽക്കേണ്ടതുണ്ട്. അത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യരിൽ മാത്രം അവരുടെ മാത്രം സർവൈവലായിട്ട് നിൽക്കേണ്ട ഒന്നല്ല, അതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമായിട്ട് തന്നെ ഏറ്റെടുക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, അതിനുള്ള കൃത്യമായൊരു ഇടപെടൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധിച്ച് മനുഷ്യർ ഇല്ലാതായി പോകും. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ 3 ഡോക്യുമെൻ്ററികൾക്ക് ശേഷം പൂർണ്ണമായും തളർന്ന അവസ്ഥയിലാണ്. ഇനി ഒരു ഡോക്യുമെൻ്ററിയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ ഈ 3 എണ്ണത്തിൽ എക്സോസ്റ്റഡ് ആവുകയാണ്. കാരണം നമ്മൾ തന്നെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ഉണ്ടാക്കുന്നവരെ ഓക്കെയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ഇതൊരു എന്താ പറയുന്നത് സാമൂഹ്യ ഉത്തരവാദിത്തമായി കാണുന്നത് കൊണ്ട് സിനിമകൾ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള വ്യക്തിപരമായ ശ്രമം നടക്കുന്നതുകൊണ്ടും പിന്നെ ഇതുപോലുള്ള ഫിലിം സൊസൈറ്റികൾ നമ്മൾ സഹായിക്കുന്നതുകൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും നിലനിന്ന് പോകുന്നതാണ്. പക്ഷെ ആ പ്രിവിലേജ് എല്ലാവർക്കും എത്തിക്കൊള്ളണമെന്നില്ല. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും കഥകൾ പറയാനുണ്ട്. ഡോക്യുമെൻ്ററികൾക്ക് മലയാളത്തിലെ ഡോക്യുമെൻ്ററികൾ ഇടപെടാനായിട്ട് പുതിയ ജനറേഷനിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഒരു വ്യവസ്ഥിതി, അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള കാഴ്ചപ്പാട് കൂടി രൂപപ്പെടേണ്ടതുണ്ട്. അതാണ് എനിക്ക് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് ഡിസ്കഷൻ വെച്ചിട്ടുള്ള ഇന്നത്തെ ഈ മെട്രോ ഫിലിം സൊസൈറ്റിക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വലിയൊരു സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഡോക്യുമെൻ്ററി മേക്കേഴ്സിന് ഈ സമൂഹത്തിൽ നിലനിന്നു പോകാനും അവരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള പേഴ്സൺസ് ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ചരിത്രം നമുക്കുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്താൻ അവർക്കൊരു വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു പോയിൻറ്റും കൂടെ, എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ ഫിലിം സൊസൈറ്റികൾക്കും ഒപ്പം തന്നെ സർക്കാരിനും വേണം എന്നുള്ളൊരു ആഹ്വാനവുമായിട്ടാണ് ശ്രീ രാംദാസ് കടവല്ലൂർ ഉപസംഹരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്നു. ഇനി now may I invite Mr. Kavin from Chennai to deliver a speech about short films. எல்லோருக்கும் வணக்கம். சென்னையிலேருந்து வந்திருக்கேன். என்னுடைய ஷார்ட் ஃபிலிம் வந்து இங்கே ஸ்க்ரீன் ஆக ரொம்ப சந்தோஷமாக இருக்குது. இந்த வாய்ப்பை கொடுத்த மெட்ரோ ஃபிலிம் சொசைட்டி மேடம், கிருஷ்ணன் சார் எல்லாத்துக்கும் ரொம்ப நன்றி.
இந்த ஒரு இடத்துல இருந்து நீங்கள் வந்து பார்க்குறது, அதை பற்றி பேசுகிறது எனக்கு ரொம்ப சந்தோஷம். ஆக்சுவலி இங்கே இப்போ டாக்குமெண்ட்ரி பற்றி பேசியிருந்தாங்க. அது நான் ஷார்ட் ஃபிலிம் டைரக்டர்னால எனக்கு அதை புரிஞ்சுக்க முடிஞ்சுச்சு அதிகமாக. ஏன்னா ஒரு சொசைட்டிக்கு வந்து எந்த அளவுக்கு ஒரிஜினலான டாக்குமெண்ட் வரும்போதோ அந்த அளவுக்கு ஒரு நல்ல சினிமா அதுலேருந்து வருங்கிறது என்னோட நம்பிக்கை. எவ்வளவு உன்னதமான டாக்குமெண்ட்ஸை நம்ம ப்ரொடியூஸ் பண்ணுறோமோ அதுக்கேற்ற மாதிரி நல்ல சினிமாஸ் உருவாகும். அப்போது அந்த டாக்குமெண்ட்ஸை நம்ம உருவாக்குறதுக்கான இடம், அந்த ஸ்க்ரீனிங்கான ஸ்பெஷல் இடம் அது வந்து ரொம்ப கம்மியாக தான் இருக்குது நான் சென்னையில் பார்த்த வரைக்கும். ஆனால் இங்கே அதுக்கான ஒரு ஸ்பேஸ் அழகாக உருவாக்கப்பட்டிருக்கு. அது பார்க்கும்போது ரொம்ப சந்தோஷமாக இருக்குது. இதை பார்க்கும்போது எனக்கு இன்னொரு டாக்குமெண்ட் எடுத்துகிட்டு இங்கே வரணும்னு தோணுது. இப்போ நான் ஒரு ஷார்ட் ஃபிலிம் இங்கே ஸ்க்ரீன் வச்சுக்க, அடுத்த வருஷம் எனக்கு ஒரு டாக்குமெண்ட் எடுத்து இங்கே ஸ்க்ரீன் பண்ணணும்னு ஒரு ஆசை வருது. இது ஏன்னா அதோடைய ஸ்கேல் அந்தளவுக்கு இருக்குது. டாக்குமெண்ட்டோடைய தேவையும் சரி, அதோடைய இடமும் சரி. மற்றபடி சொல்லப்போனால் நீங்கள் படத்தை பார்த்தீங்க, அதுக்கப்புறம் நம்ம அதை பற்றி கொஞ்சம் பேசலாம்னு தோணுது. ரொம்ப താങ്ക്സ്. ഇല്ല, ശ്രീ കാവ്യൻ പറഞ്ഞത് ഈ വളരെ വിശദമായിട്ടൊന്നും കാര്യം അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിംസ് എന്നുള്ള ലഞ്ച് ബോക്സ് കാണണം. അതിൽ മറ്റേ ബാക്കിയുള്ള സിനിമകൾ ചെന്നൈയിലുള്ളത് മാതിരി അല്ല, ഇവിടെ ഇത്രയും ഓഡിയൻസ് ഇതിന് ഉണ്ടല്ലോ എന്നുള്ളത് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അടുത്ത ഫങ്ഷനിലും കൂടെ, ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഫിലിം ഫെസ്റ്റിവലിൽ കൂടെ എനിക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും പ്രബുദ്ധരായ ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ ഷോർട്ട് ഫിലിംസ് എടുക്കാനുള്ള പ്രചോദനമാണ്, നല്ല കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നന്ദി പ്രകാശനത്തിനായി മെട്രോ ഫിലിം സൊസൈറ്റിയുടെ വളരെയധികം ആക്റ്റീവ് മെമ്പർ, സംവിധാനത്തിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ച ശിവഗോവിന്ദൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എടപ്പള്ളി ചലച്ചിത്രോത്സവം 2ാം എഡിഷൻ്റെ 3ാം ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് വളരെ, ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കണം ഡോക്യുമെൻ്ററി ജനങ്ങളിൽ എങ്ങനെ എത്തിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു ചർച്ച ഇവിടെ നടന്നു കഴിഞ്ഞു. ഇതിൽ അധ്യക്ഷത വഹിച്ച മെട്രോ ഫിലിം സൊസൈറ്റി പ്രസിഡൻറ്റ് കൃഷ്ണൻ സാറ്, മറ്റ് രാംദാസ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.